ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ പൂവ് എന്താണെന്ന് മനസ്സിലായോ? ഇത് നിശാഗന്ധിയുടെ പൂവാണ്. അപ്പോൾ 3 പൂവ് വിരിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു മൊട്ട് വിരിയാൻ ബാക്കിയുണ്ട്. ഈ ഒരു പോട്ടിലാണ് ഞാൻ നട്ടേക്കുന്നത്. അപ്പോൾ ഇന്ന് ഇവിടെ 6:30 കഴിഞ്ഞപ്പോൾ നിശാഗന്ധി പൂക്കാൻ തുടങ്ങി, മൊട്ട് വിരിയാൻ തുടങ്ങി. 6:30 കഴിഞ്ഞപ്പോൾ ഇപ്പോൾ സമയം 11 o'clock ആകുന്നുണ്ട്. അപ്പോൾ 11 o'clock 11 മണിക്ക് ഉള്ള ഒരു വീഡിയോയാണ് ഇത്. വളരെ സർപ്രൈസിങ് ആയിട്ടാണ് ഞാൻ ഇനി ശ്രദ്ധിച്ചത് കേട്ടോ. കാരണം ചെടിക്ക് അത്ര കെയർ ചെയ്യാറില്ലായിരുന്നു ഞാൻ. അപ്പോൾ ഇന്നലെ 2 ദിവസം മുമ്പ് നോക്കിയപ്പോൾ ഇതിൽ മൊട്ട് കണ്ടു. അപ്പോൾ ഇത് വിരിയാൻ വേണ്ടിയിട്ട് തന്നെ ഞാനും കാത്തിരിക്കുമായിരുന്നു, ഒരു വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ 2 ദിവസത്തെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇന്ന് വന്നപ്പോൾ ഇന്ന് ആ മൊട്ട് പാകത്തിന് വന്നിട്ടുണ്ടായിരുന്നു, ഇന്ന് വിരിയാനുള്ള രീതിയിലെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ നല്ല മണമാണ്, നല്ല മണം എന്ന് പറഞ്ഞാൽ നല്ല മണം തന്നെയാണ് ഈ പൂവിൻ്റെത്. അപ്പോൾ ഡോറ് ഞാൻ തുറന്നിട്ട് വീടിൻ്റെ ഫ്രണ്ടിലാണ് ഈ ചെടി വെച്ചേക്കുന്നത്. ഡോറ് തുറന്നിട്ടിട്ട് വീട്ടിൻ്റെ അകത്തിരിക്കുമ്പോൾ നല്ല മണം തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. നല്ല ഒരു വ്യൂ തന്നെയാണ്, കണ്ണിന് കുളിർമയേകുന്ന ഒരു ദൃശ്യം കൂടിയാണിത്. അപ്പോൾ ഈ നിശാഗന്ധി എനിക്ക് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ചെറിയൊരു ഇല കൊണ്ടുവന്ന് വെച്ചതാണ്. അപ്പോൾ ചെറിയൊരു ഇല കൊണ്ടുവന്ന് വെച്ചതിൽ ഞാൻ കുറച്ച് മാറ്റി നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് മാറ്റി നട്ട ഒരു ചെടിയാണിത്. അപ്പോൾ അതിൽ നിന്നും കിട്ടിയ ഒരു പൂവാണിത്. അപ്പോൾ ഈ നിശാഗന്ധിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല മണം തന്നെയാണ്. രാവിലെ ആകുമ്പോഴത്തേന് ഇത് പൂവ് ആടിപ്പോവും. 6:30 തൊട്ട് വിരിയാൻ തുടങ്ങി 12 മണിക്ക് ശേഷം പതുക്കെ 12 മണിക്ക് ശേഷം ഇത് പതുക്കെ ഇതിൻ്റെ കണ്ണുകൾ അടയ്ക്കാൻ തുടങ്ങും. അങ്ങനെ പതുക്കെ ഇത് വാടിപ്പോവും. രാവിലെ ആകുമ്പോഴത്തേന് നമ്മൾ നോക്കുമ്പോൾ നല്ലപോലെ വാടിയിരിക്കും. അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ കാണാൻ. രാത്രിയിലുള്ള നല്ല മനോഹരമായ ദൃശ്യങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിശാഗന്ധി ഉണ്ടോ? പിന്നെ ഈ നിശാഗന്ധിക്ക് കുറേ ഐതിഹ്യങ്ങളുണ്ട് കേട്ടോ. ഐതിഹ്യങ്ങളെന്ന് വെച്ചാൽ പോസിറ്റീവ് എനർജി ഉള്ളിടത്താണ് ഈ പൂ വിരിയുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എല്ലായിടത്തും വിരിയത്തില്ല, അങ്ങനെയും കേട്ടിട്ടുണ്ട്. കാരണം മണ്ണിൻ്റെ ലഭ്യതക്കുറവും വളക്കുറവുള്ള മണ്ണും ഉണ്ടെങ്കിൽ ഏത് ചെടിയും പൂക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്നാലും ചില സ്ഥലങ്ങളൊക്കെ കൊണ്ടുവച്ചാൽ എത്ര കൊണ്ടുവച്ചാലും വരുന്നില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ ചെടിക്ക് ഒരുപാട് ഡിമാൻഡുണ്ട് കേട്ടോ. ഒരുപാട് പേര് ഇല ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പെഷ്യലായിട്ടുള്ള നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് നിശാഗന്ധി തന്നൊരു സർപ്രൈസ് കൂടിയാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. പിന്നെ എന്താണ് ഇതിൻ്റെ ഐതിഹ്യങ്ങൾ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ടേക്കണേ. അറിയാമല്ലോ എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങളെന്നൊക്കെ. കഴിഞ്ഞ വർഷവും നമുക്ക് കഴിഞ്ഞ വർഷവും നമുക്ക് ഇതേപോലെ തന്നെ ഇത് പൂവ് തന്നിട്ടുണ്ടായിരുന്നു നിശാഗന്ധി. അപ്പോഴും ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ഇതും നല്ലൊരു സർപ്രൈസ് തന്നെയാണ് എനിക്ക്. നല്ല മണവുമാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനിയും ഒരു ചെടിയിലും കൂടെ ഇനിയും മൊട്ട് വിരിയാനുണ്ട്. ഇനിയൊരു മൊട്ട് ഇവിടെ വിരിയാനുണ്ട് കേട്ടോ. ആ മൊട്ട് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. മൊട്ട് ഇവിടെ ഉണ്ട്. വിരിയാനുള്ള മൊട്ട് ഇതാണ് കേട്ടോ. ഇത് വിരിയുമ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ സർപ്രൈസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.